യൂട്യൂബ് വീഡിയോകളിലൂടെ ഒരു നൊസ്റ്റാൾജിയ പങ്കുവച്ചത് വലിയ വിവാദമായിരുന്നു. കുഴികുത്തി കഞ്ഞി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പരാതിയിൽ തന്നെ ജാതി അധിക്ഷേപം നടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് സ്വാധീനം അതുമൂലം അല്ലെങ്കിൽ അത് നെഗറ്റീവായി വരും എന്നൊരു ഭയം കൂടിയുണ്ടോ? എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു നേതാവായിരുന്നു എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനുണ്ട്, കരുണാകരൻ, കരുണാകരൻ തന്നെ, കരുണാകരൻ. അന്ന് ഈ ട്രോളും മീമൊന്നും ഇല്ലാത്ത കാലം. അന്ന് ഈ കാർട്ടൂൺ മാത്രമേ ഉള്ളൂ. ബേസിക്കലി കുഞ്ചുകുറുപ്പ് എന്നൊരു വ്യക്തി പേപ്പറിന് താഴെ ഓർമ്മ കാണുമല്ലോ. ഇദ്ദേഹത്തിനെ നിരന്തരം എടുത്തിട്ട് അലക്കുമായിരുന്നു ഇതിനകത്ത്. അപ്പോൾ പത്രക്കാരേതോ ഒരു വേദിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, താങ്കൾ വളരെ ശക്തനായ മുഖ്യമന്ത്രിയാണ്, എന്തുകൊണ്ട് ഇത്തരം കാർട്ടൂണിസ്റ്റുകളെ നിലയ്ക്ക് നിർത്തുന്നില്ല? അപ്പോൾ അദ്ദേഹം സ്വതവേ ഒരു ചിരിയുണ്ട്, ചിരിച്ചിട്ട് പറഞ്ഞു, കുപ്രസിദ്ധിയുടെ കൂ മറച്ചു പിടിച്ചാൽ അതും പ്രസിദ്ധിയല്ലേ, ഞാനായിട്ട് എന്തിനാ പ്രസിദ്ധി ഇല്ലാതാക്കുന്നതെന്ന് ചോദിച്ചു. അതുപോലെ നമ്മൾ ഇതിനെ കാണുക. കാരണം വെച്ചറിയോ, ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ആ വീഡിയോ മുഴുവൻ കാണുന്നവർക്കറിയാം. പിന്നെ അന്ന് ഇങ്ങനെ കുഴി കുത്തിയിട്ട് അതിൽ ഇലയിട്ടിട്ടാണ് കഞ്ഞി കുടിക്കുന്ന കാര്യവും അതിനെപ്പറ്റി എന്നെ വിശദീകരിക്കുന്നു. അതിൽ തന്നെ ജാതീയത എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ അന്ന് പറമ്പിൽ പണിയെടുക്കാൻ വരുന്ന ആളുടെ പേര് കരുണാകരൻ എന്നായിരുന്നു. അതിലെന്താണ് ജാതി അത് അവർക്ക് അറിയത്തുപോലുമില്ല. ഞാനീ പറഞ്ഞാൽ ഇതൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ കൊച്ചുമക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ പറയണം.